എല്ലാവർക്കും നമസ്കാരം. കാമാഖ്യ യാത്ര ഗംഭീരമായിരുന്നു. അത് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. കാമാഖ്യയിലെ അനുഭവങ്ങൾ അവിടെ കാമാഖ്യ ക്ഷേത്രത്തിൻ്റെ പുറത്ത് വെളിയിൽ ഞാൻ വന്ന സമയത്ത് അവിടെ ഒരു പ്രതിമയുടെ അടുത്ത് നമസ്കരിക്കുന്ന ഒരു സംഗതി ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ആ വീഡിയോ കണ്ടായിരുന്നു. നല്ല പോസിറ്റീവായ ഒരുപാട് കമൻറ്റുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും കുറച്ച് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അധികമില്ല, വളരെ അപൂർവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം അവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ സംഭവം അവിടെ എന്തോ ഒരു പവർഫുള്ളായിട്ടുള്ള എന്തോ ഒരു സംഗതി ഉണ്ട്, നമ്മളത് പരീക്ഷിച്ച് നോക്കണം എന്നുള്ള ആ ഒരു എൻ്റെ ഉള്ളിൽ ആ ഒരു തോന്നൽ വരെയുണ്ട്. ആ തോന്നലാണ് അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാനുള്ള കാരണം. അസത്തിൽ അവിടെ അങ്ങനെ അങ്ങനത്തെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. എനിക്ക് എപ്പോഴും ഇൻഡ്യൂഷനിലാണ് ഞാനെല്ലാം ചെയ്യുന്നത്. ഇൻഡ്യൂഷൻ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കാം. നമുക്ക് വിഡിത്തരോട് തോന്നുന്ന കാര്യങ്ങൾ വരെയും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലും വലിയൊരു കാര്യത്തിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ എന്തോ അവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ ധ്യാനം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ പുറമേ പണിത് വെച്ചേക്കണ ആ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ പ്രതിഷ്ഠകളുള്ളത്, സ്വയംഭൂവായിട്ടുള്ള ലിംഗങ്ങളുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ ആ ഒരു സ്വയംഭൂവായിട്ടുള്ള ലിംഗം ഓപ്പണായിട്ടാണ് ഇരുന്നിരുന്നത്. അതിന് കവറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ കവറിങ്ങൊക്കെ ഉണ്ടാക്കിയത്, ഗർഭഗ്രഹം പോലെ ഇങ്ങനെ കവറിങ്ങൊക്കെ ഉണ്ടാക്കിയത് പിന്നീടാണെന്നാണ് ഒരാളോട് പറഞ്ഞത്. അതിന് ചരിത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എന്തായാലും എൻ്റെ ഉള്ള അറിവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് അവിടെ നമസ്കരിച്ചിട്ട് ആ ഒരു വൈബ്രേഷൻ എക്സ്പീരിയൻസ് ചെയ്തു. അതായത് ഒരു കുണ്ടലിനിയുടെ ഒരു അവേക്കണിങ് ഫുള്ളായിട്ട് എനിക്ക് വന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടി, ആ ഒരു കറണ്ട് വരുന്ന ഫീലിംഗ് കിട്ടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ ഇത് എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു 7 അടിയോളം ഭയങ്കര ഹൈറ്റുള്ള ഒരു അഘോരി അതിൽ നടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കയ്യിലൊക്കെ ഇങ്ങനെ സർപ്പത്തിൻ്റെ ഇങ്ങനെ പ്രതിമകളൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ വണ്ടറടിച്ചിട്ട് നോക്കിപ്പോയി. കാരണം അദ്ദേഹത്തിനെ കാണുമ്പോൾ ആരും നോക്കിപ്പോകും, ഭയങ്കര സുന്ദരനാണ്. അതിനിങ്ങനെ നോക്കി ഇങ്ങനെ നിന്നുപോയി ആ പുള്ളി വന്നിട്ട് ഒരു ബണ്ടിൽ നോട്ട് ഇട്ട് ഇങ്ങനെ എടുത്തിട്ട് ബാഗിൽ നിന്ന് എടുത്തിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ ബാലികമാർക്കും കന്യകകൾക്കും പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പോയിട്ട് എല്ലാവർക്കും അതിൽ നിന്ന് 10 രൂപ 50 രൂപയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാഴ്ച ഞാനവിടെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെ അവിടെ വന്നിട്ട് ഈ പ്രതിമയുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ നമസ്കരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കിട്ടിയ ആ ഇൻഡ്യൂഷൻ എത്ര കറക്റ്റാണ്. അഘോരിക്കറിയാം, അഘോരി അവിടെ സ്ഥിരമായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അഘോരിക്ക് അതിൻ്റെ ആ വൈബ്രേഷൻ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന് അത്രയും കഴിവുള്ള ആളാണ് അഘോരികൾ. അഘോരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവർക്ക് എല്ലാം അറിയുന്ന ആൾക്കാരാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. ഓരോ സ്ഥലത്തുള്ള പ്രത്യേകത എന്താണ്, അവിടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാരെ കണ്ട ആരാണ് എന്താണെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അവർ ആൾക്കാരോടൊന്നും അധികം മിങ്കിൾ ചെയ്യൊന്നുമില്ല. അവരുടെ കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ കർമ്മമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്ന മുഴുവനും. അവരെ കണ്ട അവർക്ക് നോക്കാൻ പോലും വളരെ താല്പര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും കർമാസുവിൻ്റെ ഒരു കവചത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തിങ്ങനെ പോയി, ഈ നമസ്കരിച്ച് പോയി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളുണ്ടായിരുന്നു, കണ്ണൂരുകാരനാണ് പുള്ളി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെയ്തത് വളരെ വളരെ മഹത്തരമായൊരു അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ ഫേസ് എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് റെഡിഷ് പിങ്ക് കളറായുള്ള ഫേസ്. അതുവരെയും വളരെ എന്താ പറയുക, ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാർ യാത്രക്ക് വന്നത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ അവിടുത്തെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ നമസ്കാരം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ എല്ലാ അസുഖവും മാറിയെന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ വീഡിയോയിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ അതിനെ കളിയാക്കുന്ന രീതിയിലും പൊട്ടത്തരമാണ്, ഞാൻ മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കതിന് പറയണമെന്ന് തോന്നി. കാരണം അഘോരി കൂടി ചെയ്തതാണ്. അഘോരിയുടെ വീഡിയോ ഞാൻ എടുത്തില്ല, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് നിങ്ങൾ അവിടെ ചെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമായിട്ട് അനുഭവിച്ച് നോക്കി മാത്രം അത് എടുത്താൽ മതി. പക്ഷേ എത്രയോ ആൾക്കാർ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എത്രയോ ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും തന്നെ ഇങ്ങനെ സംഭവം അവിടെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. അത് ദൈവാധീനം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയത്.
അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന 18 പേരിൽ എനിക്കും ആ പുള്ളിക്കും മാത്രമേ എക്സ്പീരിയൻസ് കിട്ടിയുള്ളൂ. ബാക്കി ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിഭീകരമായ മഴയും തുടങ്ങി. ഞങ്ങൾക്ക് അവിടെ നിന്ന് വേഗം അവിടെ നിന്ന് മാറിപ്പോകേണ്ട വന്നു. കാരണം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരാനുള്ള സമയമായി. വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇരുട്ട് പോലെയൊക്കെ ആയി അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മഴയത്തുനിന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട സമയമായി. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഉണ്ടോ, ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി എല്ലാവരും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. കാരണം നാളെ നിങ്ങൾക്ക് അതൊരു പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടത്. പക്ഷേ അത്രയധികം ആൾക്കാർ കണ്ടതിൽ സന്തോഷമുണ്ട്. കാരണം ഷോർട്ട് വീഡിയോ ഒരു 4 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്തായാലും അവിടെ ഇനി കുറേ പേര് ഈ കണ്ട വീഡിയോ കണ്ട ആൾക്കാർ അവിടെ പോകുമ്പോൾ എന്തായാലും ചെയ്ത് നോക്കും. അവർക്ക് അനുഭവം കിട്ടും. അത് യാതൊരു സംശയമില്ല. അപ്പോൾ അതൊരു പോസിറ്റീവിലേക്ക് അത് വന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. കാമാക്കിയ ദൈവയുടെ അനുഗ്രഹങ്ങൾ എല്ലാം കൊണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.